കേരളത്തിലെ ലക്ഷക്കണക്കിന് BJP പ്രവർത്തകർ കാത്തിരുന്ന ആ നിമിഷമാണ്. കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് വി മുരളീധരൻ അടുത്തതായി ചുമതലയേൽക്കുകയാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ മത്സരം നടന്ന മണ്ഡലങ്ങളിലൊന്ന്. നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. MLA ആയി ദൈവനാമത്തിൽ വി മുരളീധരൻ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ കേരള രാഷ്ട്രീയം ഉറ്റുനോക്കിയ ഏറ്റവും ശക്തമായ മത്സരത്തിനൊടുവിലാണ് വി മുരളീധരൻ അവിടെ വിജയിക്കുന്നത്. അദ്ദേഹത്തിന് ലഭിച്ചത് 46,564 വോട്ടാണ്. CPM-ന്റെ ശക്തനായ സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രനെ കടത്തിവെട്ടിയാണ് വി മുരളീധരൻ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിയമസഭയിലേക്ക് എത്തുന്നത്. ഭാരതീയ ജനതാ പാർട്ടി ചരിത്രം കുറിച്ച ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ 3 MLA-മാരിൽ ഒരാളായി വി മുരളീധരൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നേരത്തെ BB ഗോപകുമാറിന്റെ സത്യപ്രതിജ്ഞ നമ്മൾ കണ്ടതാണ്. BJP-യുടെ രണ്ടാമത്തെ MLA-യുടെ സത്യപ്രതിജ്ഞയും പൂർത്തിയായിരിക്കുകയാണ്.